പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം അന്വേഷിക്കാൻ പോലീസിന്റെ പ്രത്യേക സംഘം. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ മേൽനോട്ടത്തിൽ 2 ഡിവൈഎസ്പിമാർക്കാണ് അന്വേഷണ ചുമതല. ഇന്നലെ വൈകിട്ട് സ്വന്തം കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 73 വയസ്സുകാരൻ ജോർജ് ഉണ്ണുണ്ണിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു മൃതദേഹം. മോഷണശ്രമത്തിനിടെയുണ്ടായ കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ഈ സംഭവസ്ഥലത്ത് നിന്ന് കൊലപാതകം നടന്ന കടയ്ക്ക് മുന്നിൽ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്ത്, പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം വളരെ വ്യക്തമാണ്. ഇന്നലെ അവർ കണക്ക് കൂട്ടിയത് തന്നെയാണ് അവരിപ്പോൾ ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിൽ പ്രധാനമായും അവർ എടുത്തു പറയുന്നത് ഒരു മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകം എന്ന തരത്തിലൊരു ഉറപ്പിക്കലിലേക്ക് അവർ കടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ഏതാണ്ട് 8 പവനോളം, മകൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 8 പവനോളം തൂക്കം വരുന്ന ഒരു സ്വർണ്ണമാലയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ കൊളുത്ത് മാത്രം ഈ മൃതദേഹത്തിന് അരികിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈകാലുകൾ കെട്ടി തോർത്തുകൊണ്ട് ബന്ധിച്ച് ഒരു കയറ് വെച്ച് വീണ്ടും മുറുക്കി കെട്ടി വായിലേക്ക് ഒരു തുണി തിരികിയ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്ന ഈ മൃതദേഹം. എന്തായാലും ഇവിടെ നിന്ന് പണം എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒന്നും തന്നെ ഈ ഒരു ഘട്ടത്തിലില്ല. കാരണം കുറേ പൈസ ഇദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടാകും എല്ലാ സമയമെന്ന് ഈ നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നുണ്ട്. സ്വാഭാവികമായി പോലീസ് നായ അടക്കം ഈ പ്രദേശത്ത് നിന്ന് മണം പിടിച്ച് ഈ തോർത്ത് മണം പിടിച്ച് തൊട്ടടുത്ത ഏതാണ്ട് 200 മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പോകുന്ന വഴിക്ക് സമീപം ഒരു ഒഴിഞ്ഞ വീടിന് മുൻവശത്തെ ഒരു പുല്ല് ഒക്കെയുള്ള ഒരു മേഖലയിൽ മണം പിടിച്ച് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ മേഖലയിലെ CCTV പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതായത് സാധ്യമായ വിധത്തിലുള്ള എല്ലാ നടപടിയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയാണ്. സ്വാഭാവികമായി അത്തരത്തിൽ ഈ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ഈ പട്ടാപ്പകൽ ഇത്തരത്തിലൊരു കൊലപാതകം നടന്ന് പ്രതിക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമ്മളൊപ്പം പഞ്ചായത്ത് അംഗം സുരേഷ് കുമാർ കൂടി ചേരുന്നു. ഈ സുനിൽകുമാർ ഈ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആളുകൾ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്? ആരും ഇത് കണ്ടില്ല എന്നാണോ? ഒരുപക്ഷെ അവിടുന്ന് വണ്ടിക്ക് വല്ലതും കയറി പോകാനാണ് സാധ്യത. നമ്മൾ നായ വന്ന കാരണം അവിടം വരെ നായ ഓടിച്ചെന്നല്ലോ. കാരണം അച്ഛൻ വരുന്നതും വണ്ടിക്കാണ്, തിരിച്ചു പോകുന്നതും വണ്ടിക്കാണ്. അപ്പോൾ ഒരുപക്ഷെ കൊലപാതകി അവിടം വരെ ചെന്നിട്ടുണ്ടാവും. അതിനുശേഷം അവിടുന്ന് ബസ്സിന് വേറെ വണ്ടിക്കോ വല്ലതും കാറ് വല്ലതും ഇട്ടിട്ടായിരിക്കും വന്ന് അതിന് കയറി പോയിട്ടുണ്ടാവും. അതാണ് നിഗമനമെന്ന് വരുന്നത് നമുക്ക് കണ്ടിട്ട് തോന്നുന്നു. സ്ഥിരമായി ഇങ്ങനെ കടയിൽ വന്നിരിക്കുന്ന ആളുകളോ അങ്ങനെ ഒന്നും ഇല്ല? അങ്ങനെ പൊതുവെ ഒന്നും സ്ഥിരമായിട്ട് ആൾക്കാർ ഇരിക്കാറൊന്നുമില്ല. വന്ന് സാധനം മേടിക്കുന്നു പോകുന്നു എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഈ ഉച്ച സമയത്തൊക്കെ ഇദ്ദേഹം ഇനി അകത്തായിരുന്നു, വല്ല അങ്ങകത്ത് പോയ ഒരാളാണ്. സ്വാഭാവികമായിട്ടും വല്ല മൽപ്പിടുത്തം നടന്ന ലക്ഷണം എന്തെങ്കിലും? മൽപ്പിടുത്തം നടന്നതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊന്നും ലക്ഷണമില്ല. പിന്നെ അകത്ത് കെട്ടിയിട്ടേക്കാണ്. അതുകൊണ്ടാണ് പിന്നെ മാലയുടെ കൊളുത്തൊക്കെ അങ്ങനെ മാറിക്കിടക്കുന്നത്. സാധനങ്ങളൊന്നും അവിടുന്ന് അങ്ങനെ മറിഞ്ഞൊന്നും കിടപ്പില്ല. ഇല്ല. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതി പിടിയിലാവുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും പ്രതി പിടിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. ഇത് മാത്രമല്ല, 1-2 CCTV തൊട്ടപ്പുറത്തുണ്ട്. ഇവിടുത്തെ CCTV നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടുത്തെ ഹാർഡ് ഡിസ്ക് അടക്കം എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് DYSPമാരുടെ ഒരു വലിയ സംഘമാണ്. പത്തനംതിട്ട DYSP നന്ദകുമാർ അകത്തുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വിദ്യാധരൻ ആണുള്ളത്. തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നത് DYSP രാജപ്ര റാവുത്തറാണ്. അങ്ങനെ ജയരാജ് അടൂർ DYSP, അങ്ങനെ വിവിധ മേഖലയിലെ DYSPമാർ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അത്തരത്തിലൊരു അന്വേഷണമാണ് നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ MLA എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്നത് പോലെ ആളുകളൊരു വലിയ ഞെട്ടലിലാണ്. ഈ പ്രദേശത്തെ ഏറ്റവും നാട്ടുകാരോടൊക്കെ നന്നായി ഇടപെടുന്ന ഒരാളാണ്. MLA ഇവിടേക്ക് കടന്നു വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം MLA വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ നാട്ടുകാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നാട്ടുകാർ വലിയ ഞെട്ടലിലാണ്. പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു ഈ ഒരു കൊലപാതകം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇവിടെ മാറിയത്. സ്വാഭാവികമായി KU ജനീഷ് കുമാർ MLA ആണ് ഇവിടെയുള്ളത്. അദ്ദേഹം ബന്ധുക്കളോട് സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. KU ജനീഷ് കുമാർ MLA ഇവിടെ എത്തി ബന്ധുക്കളോട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായി ഇത്തരത്തിൽ ഒരു വലിയ വിഷമത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത്. പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്ന ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. അതിനുവേണ്ട CCTV പരിശോധനകളടക്കം ഒരു ഭാഗത്ത് നടക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച് ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.